മമ്മൂട്ടി നമ്മൾ മലയാളികൾക്ക് മഹാനടനാണ്. പ്രേക്ഷകരെയും നിരൂപകരെയും ഒരേപോലെ വിസ്മയിപ്പിച്ച മറ്റൊരു നടനില്ല. മമ്മൂട്ടിയെ അനുകരിക്കാത്ത, അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളായി മാറാൻ ആഗ്രഹിക്കാത്ത ആളുകൾ കുറവായിരിക്കും. അത്രമാത്രം അറ്റാച്ച്മെന്റ് മമ്മൂട്ടി കഥാപാത്രങ്ങളോട് പ്രേക്ഷകനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളുടെ ദുഃഖവും കരച്ചിലും പ്രേക്ഷകനെ കൂടി കരയിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യും. ആ അഭിനയ മികവിന് ലഭിച്ച സംസ്ഥാന അവാർഡുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. 1981 ഇറങ്ങിയ അഹിംസ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനായിട്ടാണ് തുടക്കം. മമ്മൂട്ടിക്ക് കരുത്തുറ്റ കഥാപാത്രങ്ങൾ നൽകിയ IV ശശിയാണ് സംവിധായകൻ. 1984 IV ശശിയുടെ തന്നെ അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനായി മമ്മൂട്ടി തന്റെ താരപദവി ഉറപ്പിക്കുകയായിരുന്നു. അതിലെ കരുണൻ എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ പ്രശംസ നേടി. സത്യന്റെ സിംഹാസനം ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറഞ്ഞവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. വടക്കൻ വീരഗാഥ, മൃഗയ, മഹായാനം എന്നീ 3 ചിത്രങ്ങളിലെ വൈവിധ്യമാർന്ന അഭിനയ മികവിനായിരുന്നു 1989 സംസ്ഥാന അവാർഡ്. ചന്തുവിനെയും വാറുണ്ണിയെയും ചന്ദ്രുവിനെയും മലയാളി മറന്നിട്ടുണ്ടോ? ഇല്ല. അന്നുവരെ ഉണ്ടായിരുന്ന വടക്കൻ പാട്ട് സിനിമകളെ നിഷ്പ്രഭമാക്കി അതിലെ കഥയും അവതരണവും ചന്തു എന്ന കഥാപാത്രവും വേർത്തു നിന്നു. ഓരോ കഥാപാത്രങ്ങളുടെയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന വികാര വിക്ഷോഭങ്ങൾ പകർന്നാടാനുള്ള കഴിവ് പ്രശംസ പിടിച്ചുപറ്റി. 1993 3 ചിത്രങ്ങളിലൂടെയാണ് സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ഒരു ജന്മിയുടെ ഗർവവും അഹങ്കാരവും വിധേയനിലെ ഭാസ്കര പട്ടേലരിലൂടെ അദ്ദേഹം ഉജ്ജ്വലമാക്കിയപ്പോൾ പൊന്തന്മാടയിലെ കുടിയാനായ മാടയുടെ ദൈന്യതയും സൂക്ഷ്മഭാവങ്ങളും നിരൂപക പ്രശംസ നേടി. ഈ 2 ചിത്രങ്ങളും ക്ലാസിക് ഗണത്തിൽ ഉൾപ്പെട്ടപ്പോൾ ജനപ്രിയ ചിത്രമായ വാത്സല്യത്തിലെ മേലിടത്ത് രാഘവൻ നായർ പ്രേക്ഷക മനസ്സുകളെ ഹൃദയാദ്രമാക്കി. 2004 ഇറങ്ങിയ കാഴ്ച മലയാളിക്ക് പുതിയ കാഴ്ചയും പാഠവും നൽകി. തിയേറ്ററുകളിൽ ആളുകൾ കുറയാൻ തുടങ്ങിയപ്പോൾ കാഴ്ച ഒരു ചലനം സൃഷ്ടിച്ചു. ഫിലിം ഓപ്പറേറ്റർ മാധവൻ എന്ന കഥാപാത്രത്തിനും അതിലൊരു പങ്കുണ്ട് എന്നതാണ് മമ്മൂട്ടിക്ക് കിട്ടിയ അവാർഡ്. അവതരണത്തിലെ പുതുമ കൊണ്ട് ശ്രദ്ധേയമായ ഹാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിൽ 3 കഥാപാത്രങ്ങളെ തികച്ചും വ്യത്യസ്തവും ഗംഭീരവുമാക്കിയതിനാണ് 2009 അവാർഡ് ലഭിക്കുന്നത്. മുരിക്കിൻ കുന്നത്ത് അഹമ്മദ് ഹാജി എന്ന മലബാറി ജന്മിയുടെ അധികാരത്തിന്റെ വന്യത ആ കഥാപാത്രത്തിൽ നിറയുന്നത് പ്രേക്ഷകൻ അന്തം വിട്ടു നോക്കി നിന്നു. പല കഥാപാത്രങ്ങളുടെയും ഭാവപ്പകർച്ചകൾ പ്രേക്ഷകനെ ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു. മമ്മൂട്ടിയുടെ സുവർണകാലം കഴിഞ്ഞുവെന്ന് കരുതിയവരെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് 2022 നൻപകൽ നേരത്ത് മയക്കം. നന്നായി ഉറങ്ങി ഉണർന്നപ്പോൾ വീണ്ടും ബഹുമതി. 2024 ഭ്രമയുഗം, വീണ്ടും മമ്മൂട്ടി യുഗം. അധികാരഭ്രമം മൂത്ത കൊടുമൺ പോറ്റിയുടെ വന്യതയും നിഗൂഢമായ ചിരിയും അലർച്ചയും മലയാളി പ്രേക്ഷകന് മാത്രമല്ല ആഗോളതലത്തിലും പ്രശസ്തി നേടിക്കൊടുത്തു. ഓസ്കാർ അക്കാദമിയിലും ഒരിടം കണ്ടെത്തിയിരിക്കുന്നു.